Welcome to BioBytes. Today we are discussing about reaping diversity. സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ ഒരു ബെറ്റർ ഇൻകം ഏൺ ചെയ്യാൻ ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഉണ്ട്. അവയുടെ നേച്ചറും സ്കോപ്പും അടിസ്ഥാനമാക്കി തിരഞ്ഞെടുക്കാവുന്ന ചില ഫാമിംഗ് മെത്തേഡ്സ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, റിയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചർ പർപ്പസസ്. Some of the important varieties of cattle are in cow, Jersey, Holstein Friesian, Vechur, in buffalo, Mura, Nil Ravi, Badavari, in goat, Talasheri, Jamna Pyari, Boar, and next one is poultry farming. In poultry farming, rearing birds for egg and meats. Chicken varieties are Adulya, Gramalakshmi, White Leghorn. Duck varieties are Muscovy, Chara, Chembali. Quail varieties are Japanese, Bob White. Next method is സെറികൾച്ചർ. നാച്ചുറൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറികൾച്ചർ എന്ന് വിളിക്കുന്നു. പട്ടുനൂൽ ശലഭത്തിൻ്റെ ലാർവകളുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ട് രൂപപ്പെടുന്നത്. മൽബറി സിൽക്ക് വേം, ടെസാർ സിൽക്ക് വേം, മുഗ സിൽക്ക് വേം തുടങ്ങിയവയാണ് പ്രധാന ഇനങ്ങൾ. നെക്സ്റ്റ് മെത്തേഡ് ഈസ് പിസികൾച്ചർ. പ്രകൃതിദത്ത ജലാശയങ്ങളിലോ നെൽവയലുകളിലോ കൃത്രിമ ടാങ്കുകളിലോ മത്സ്യങ്ങളെ വളർത്തുന്നതിനുള്ള ശാസ്ത്രീയ രീതിയാണ് പിസികൾച്ചർ. പേൾ സ്പോട്ട്, രോഹു, കട്ല തുടങ്ങിയ ഇനങ്ങൾ ഭക്ഷണത്തിനും ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവ അലങ്കാര ആവശ്യങ്ങൾക്കുമായി വളർത്തുന്നു. നരൻ, കാര തുടങ്ങിയവയാണ് പ്രധാന ചെമ്മീൻ ഇനങ്ങൾ. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫ്ലോറികൾച്ചർ. ഇതിൽ പൂച്ചെടികൾ കൃഷി ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബേസിസിൽ ആയിരിക്കും. ജാസ്മിൻ, മാരിഗോൾഡ്, ക്രിസന്തമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം മുതലായവ കൊമേഴ്ഷ്യലി ഡിമാൻഡഡ് ഫ്ലവേഴ്സ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് എപ്പികൾച്ചർ. തേനീച്ചകളുടെ ശാസ്ത്രീയ വളർത്തൽ ആണ് എപ്പികൾച്ചർ. തേൻ ഔഷധമൂല്യമുള്ളതും പോഷകമൂല്യമുള്ളതുമായ ഒരു ഉൽപ്പന്നമാണ്. കോലൻ, മെല്ലിഫെറ, ജോഡിയൻ തുടങ്ങിയവയാണ് തേനീച്ച ഇനങ്ങൾ സാധാരണയായി വളർത്തുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ക്യൂണികൾച്ചർ. മുയലുകളെ വളർത്തുന്നതിനുള്ള ശാസ്ത്രീയ രീതിയാണ് ക്യൂണികൾച്ചർ. ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് തുടങ്ങിയ ഇനങ്ങൾ മാംസത്തിനായി വളർത്തുന്നു. അഗോറ രോമത്തിനായും വളർത്തുന്നു. നെക്സ്റ്റ് മെത്തേഡ് ഈസ് മഷ്റൂം കൾച്ചർ. കൂൺ വളർത്തുന്നതിനുള്ള ശാസ്ത്രീയ രീതിയാണ് മഷ്റൂം കൾച്ചർ. കൂൺ പോഷകസമൃദ്ധവും രുചികരവുമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. ബട്ടൺ കൂൺ അല്ലെങ്കിൽ പാൽക്കൂൺ, ഓയിസ്റ്റർ കൂൺ അല്ലെങ്കിൽ ചിപ്പിക്കൂൺ തുടങ്ങിയവ സാധാരണയായി കൃഷി ചെയ്യുന്ന കൂൺ ഇനങ്ങളാണ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഹോർട്ടികൾച്ചർ. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശാസ്ത്രീയ കൃഷി, അതാണ് ഹോർട്ടികൾച്ചർ. നാടൻ ഇനങ്ങൾക്ക് പുറമെ ലിച്ചി, റംബൂട്ടാൻ, ദൂരിയാൻ തുടങ്ങിയ വിദേശ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായമായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആയുർവേദത്തിൻ്റെ ജനപ്രീതിയും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ നാശവും ഔഷധ സസ്യ കൃഷിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. തുളസി, കറ്റാർ, വേപ്പ്, ആടത്തോട, സീത അല്ലെങ്കിൽ കുറുന്തോട്ടി, വെട്ടിവേര അല്ലെങ്കിൽ രാമച്ചം, എഗിൾ മാർമലോസ് അല്ലെങ്കിൽ കൂവെള്ളം, പ്ലംബാഗോ അല്ലെങ്കിൽ കൊടുവേലി മുതലായവ കൃഷിയിടങ്ങളിൽ വളർത്താം. നെക്സ്റ്റ് മെത്തേഡ് ഈസ് പോളി ഹൗസ് ഫാമിംഗ്. പോളി ഹൗസ് എന്നത് ഒരു പ്രത്യേകതരം ക്രമീകരണമാണ്. അതിൽ ഒരു കൃഷിയിടം കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. പോളി ഹൗസിലെ ടെമ്പറേച്ചറും മോയ്സ്ചറൈസറും കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ് ആയിരിക്കും. സോ സസ്യങ്ങളുടെ വളർച്ച വേഗത്തിലാകും. ന്യൂട്രിയൻസ് വെള്ളത്തിൽ ഡിസോൾവ് ആവുകയും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി പ്ലാന്റ്സിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. പോളി ഹൗസിൻ്റെ വശങ്ങൾ വല കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറവായിരിക്കും. തുടക്കത്തിൽ ചെലവ് കൂടുതലാണെങ്കിലും വിളവ് സാധാരണ കൃഷിയിടത്തേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രിസിഷൻ ഫാമിംഗ്. ഈ കൃഷിരീതിയിൽ നേച്ചർ ഓഫ് സോയിൽ, ക്വാണ്ടിറ്റി ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ, pH വാല്യൂ ഓഫ് സോയിൽ, പ്രസൻസ് ഓഫ് വാട്ടർ മുതലായവ കൃഷിയിടത്തിൽ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പരിശോധിക്കുകയും കൃഷിക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടുന്നതിലൂടെ കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ജലസേചനം പരിമിതപ്പെടുത്താനും കഴിയും. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ.
മണ്ണില്ലാതെ പ്ലാന്റ്സ് വളർത്താൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്, ചേഞ്ച് ഇൻ സോയിൽ ടെക്സ്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി തുടങ്ങിയ കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുമോ? മണ്ണിൻ്റെ അഭാവത്തിൽ കൾട്ടിവേഷൻ പോസിബിൾ ആണെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പോപ്പുലറൈസ് ആവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും ഇതിന് എക്സാമ്പിൾസ് ആണ്. ഹൈഡ്രോപോണിക്സിൽ പ്ലാന്റ്സ് ന്യൂട്രിയൻ സൊല്യൂഷനിൽ വളർത്തുന്നു. എയറോപോണിക്സിൽ പ്ലാന്റ്സ് അവയുടെ വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിലും ന്യൂട്രിയൻസ് നേരിട്ട് വേരുകളിൽ തളിക്കുന്ന രീതിയിലുമാണ് വളർത്തുന്നത്.